ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ ഒരു കാര്യം സത്യം പറഞ്ഞു. നിങ്ങളുടെ നയമല്ല ഞങ്ങളുടെ നയമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. അതെ, ഞങ്ങളത് ഉറക്കെ പറയുകയാണ്. LDFിൻ്റെ നയമല്ല UDFിൻ്റെ. ഇപ്പോൾ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് കേരളം PM-ശ്രീ പദ്ധതിയിൽ നിന്ന് ഫണ്ട് വാങ്ങി എന്നാണ്. കേരളം ഈ പദ്ധതി ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അതുകൊണ്ട് ഒരു നയാ പൈസ പോലും ഇതിനായി വാങ്ങിയിട്ടില്ല. PM-ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിന് 3 ഘട്ടങ്ങളാണുള്ളത്. 1 ധാരണാപത്ര ഒപ്പിടൽ, 2 യുഡൈസ് പ്ലസ് പോർട്ടലിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ യോഗ്യതയുള്ള സ്കൂളുകളുടെ പട്ടിക NIC തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്നു. തുടർന്ന് ആ സ്കൂളുകൾ ലോഗിൻ ചെയ്ത് വിവരങ്ങൾ അപ്ലോഡ് ചെയ്യണം. 3 സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരടങ്ങുന്ന ടീം ഈ സ്കൂളുകൾ പരിശോധിച്ച് മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തണം. അതിനുശേഷം തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളുടെ പട്ടിക കേരളത്തെ സംബന്ധിച്ചിടത്തോളം പരമാവധി 265 എണ്ണം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് അയച്ചു കൊടുക്കണം. ഇത് കേന്ദ്രം പരിശോധിച്ച് അപ്രൂവ് ചെയ്ത ശേഷം മാത്രമേ പദ്ധതിക്കുള്ള ഫണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് പ്ലാൻ പ്രപ്പോസൽ സമർപ്പിക്കുവാൻ സാധ്യമാകൂ. എന്നാൽ ധാരണാപത്രം ഒപ്പിട്ട ആദ്യ ഘട്ടത്തിന് ശേഷം BJP സർക്കാരിൻ്റെ കാവ്യവൽക്കരണ നിർദ്ദേശങ്ങളടങ്ങിയ ദേശീയ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കുമെന്ന് കണ്ടപ്പോൾ സംസ്ഥാന മന്ത്രിസഭ ധാരണാപത്രം മരവിപ്പിക്കാൻ തീരുമാനിച്ചു. ഇക്കാര്യം പൊതുവിദ്യാഭ്യാസ മന്ത്രി കേന്ദ്രമന്ത്രിയെ നേരിട്ടും വകുപ്പ് സെക്രട്ടറി രേഖാമൂലവും അറിയിച്ചിട്ടുണ്ട്. പിന്നീട് പൊതുവിദ്യാഭ്യാസ മന്ത്രി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുമായി നടത്തിയ ചർച്ചയുടെ ഫലമായിട്ടാണ് സമഗ്ര ശിക്ഷ കേരളയുടെ 92 കോടി 41 ലക്ഷം രൂപയുടെ ആദ്യ ഗഡു അനുവദിച്ചത്. ഇത് PM-ശ്രീ ഫണ്ട് അല്ല. ഈ തുക വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം ലഭിക്കേണ്ട ആയിരുന്ന റീഇംബേഴ്സ് തുകയിൽ നിന്ന് കേന്ദ്രം അഡ്ജസ്റ്റ് ചെയ്യുകയാണുണ്ടായത്. യഥാർത്ഥത്തിൽ കേന്ദ്ര ഫണ്ട് നിഷേധിച്ചപ്പോൾ സംസ്ഥാന ഖജനാവിൽ നിന്നാണ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ആനുകൂല്യങ്ങൾ നൽകിയത്. ഇതാണ് സത്യമെന്നിരിക്കെ ആടിനെ പട്ടിയാക്കുന്ന രീതിയിൽ തൊടുന്യായങ്ങൾ പറഞ്ഞ് PM-ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകുവാൻ UDF സർക്കാർ ശ്രമിക്കുകയാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു നയവും ഭരണപക്ഷത്തിരിക്കുമ്പോൾ മറ്റൊരു നയവുമാണ് ഇവർ സ്വീകരിക്കുന്നത്. സംഘപരിവാർ അജണ്ടകൾക്ക് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കീഴ്പ്പെട്ട് കഴിഞ്ഞുവെന്ന് വ്യക്തമായിരിക്കുകയാണ്. PM-ശ്രീ ധാരണാപത്രം മരവിപ്പിച്ചുവെന്ന് കേരളം കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് തുടർ നടപടികളില്ലാതിരുന്നത്. അതുവരെയാണ് LDF സർക്കാരിൻ്റെ കാലത്ത് നടന്നിട്ടുള്ളത്. കാര്യങ്ങൾ ഇങ്ങനെ ഇരിക്കെയാണ് PM-ശ്രീ പദ്ധതിയിൽ ചേരുവാനുള്ള UDF ഗവൺമെൻറ്റിൻ്റെ നയം നടപ്പിലാക്കുന്നതിന് വേണ്ടി അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് സത്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അത് LDFിൻ്റെ തലയിൽ കൊണ്ട് വെക്കുന്നതിന് വേണ്ടി പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. PM-ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിന് 3 ഘട്ടങ്ങളാണുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 1 ധാരണാപത്രം ഒപ്പിടൽ, അത് ചെയ്തു. 2 യുഡൈസ് പ്ലേസ് പോർട്ടലിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ യോഗ്യതയുള്ള സ്കൂളുകളുടെ പട്ടിക NIC തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുക, അത് ചെയ്തിട്ടില്ല. തുടർന്ന് ആ സ്കൂളുകൾ ലോഗിൻ ചെയ്ത് വിവരങ്ങൾ അപ്ലോഡ് ചെയ്യണം, അത് ചെയ്തിട്ടില്ല. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരടങ്ങുന്ന ടീം ഈ സ്കൂളുകളെ പരിശോധിച്ച് മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തണം, അത് ചെയ്തിട്ടില്ല. അതിനുശേഷം തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളുടെ പട്ടിക കേരളത്തെ സംബന്ധിച്ച് പരമാവധി 265 എണ്ണം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് അയച്ചു കൊടുക്കണം, ചെയ്തിട്ടില്ല. ഇത് കേന്ദ്രം പരിശോധിച്ച് അപ്രൂവ് ചെയ്ത ശേഷം മാത്രമേ പദ്ധതിക്കുള്ള ഫണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് പ്ലാൻ പ്രപ്പോസൽ സമർപ്പിക്കാൻ കഴിയുള്ളൂ. അതിനുശേഷമാണ് പ്ലാൻ പ്രപ്പോസൽ സമർപ്പിക്കേണ്ടത്. പ്ലാൻ പ്രപ്പോസൽ സമർപ്പിച്ചിട്ടില്ല. എന്നാൽ ധാരണാപത്രം ഒപ്പിട്ട ആദ്യഘട്ടത്തിന് ശേഷം BJP സർക്കാരിൻ്റെ കാവ്യവൽക്കരണ നിർദ്ദേശങ്ങളടങ്ങിയ ദേശീയ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കുമെന്ന് കണ്ടപ്പോൾ സംസ്ഥാന മന്ത്രിസഭ ധാരണാപത്രം മരവിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. അത് വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ളതിൽ ഞാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ സെക്രട്ടറിയും രേഖാമൂലം തന്നെ അവർ കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. പിന്നീടാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രിയുമായിട്ട് ഈ SSKയുടെ ഫണ്ട് ചർച്ച ചെയ്തത്. SSKയുടെ ഫണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് തരേണ്ടത് സമഗ്ര
ശിക്ഷ കേരളയുടെ 92,41,00,000 രൂപയാണ് നമുക്ക് ലഭിച്ചത്. അത് PMC ഫണ്ട് അല്ല. ഞാൻ വീണ്ടും ഒന്നുകൂടെ ആവർത്തിച്ച് പറഞ്ഞത് PMC ഫണ്ട് അല്ല. ഇത് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം മാൻഡേറ്റ് ആയിട്ട് ഓരോ സംസ്ഥാനത്തിനും കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കേണ്ട ഫണ്ടാണ്. നമ്മൾ നടത്തിയ പോരാട്ടത്തിന്റെ ഫലമായി 92,41,00,000 രൂപ നമുക്ക് കിട്ടിയത്. അത് PMC ഫണ്ടേ അല്ല. ഈ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം ലഭിക്കേണ്ടിയിരുന്ന റീഇംബേഴ്സ്മെന്റ് തുകയിൽ നിന്നാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നൽകിയിട്ടുള്ളത്. ഇതാണ് അതിന്റെ വസ്തുത എന്ന് പറയുന്നത്. ഇപ്പോൾ ഉള്ള പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഒരുപക്ഷെ ഈ സ്കീമിന് കാലാവധിയുള്ളൂ. നമ്മൾ ഒന്നാം റൗണ്ടിൽ ഒരു MOU ഒപ്പുവെച്ചിട്ടുള്ളതല്ലാതെ അല്ലാതെ വേറെ ഒരു ആ MOUവിൽ നിന്ന് ഞങ്ങൾ കെപ്റ്റിൻ അബൈൻസ് താൽക്കാലികമായിട്ട് നിർത്തിവെക്കുന്നു എന്നുള്ള രേഖ കൊടുത്തിട്ടുള്ളതല്ലാതെ PMC ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇടപാടുകളും കേന്ദ്ര ഗവൺമെന്റുമായിട്ട് നടത്തിയിട്ടില്ല എന്നുള്ള വിവരം ഞാൻ തീർത്തും പറയുകയാണ്.